വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ പുഴവാരത്ത് വന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്നല്ലേ. ഇന്നപ്പോ നിങ്ങള് എന്റെ ഗ്രാമം കാണാൻ പോവുകയാണ്. ഇപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ഞാനിപ്പോ താമസിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന്. അത്ര ഭംഗിയുള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. പനങ്ങാടാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ പനങ്ങാടിന്റെ കൂടുതൽ ഗ്രാമഭംഗിയും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മളിന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോ ചാത്തമ്മ എന്ന് പറയുന്ന സ്ഥലമാണ്. പനങ്ങാട് ഒരു കുറെ സ്ഥലങ്ങൾ കൂടുന്നതാണ് പനങ്ങാട്. ഇതിപ്പോ ചാത്തമ്മയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ചേപ്പനം കാണാം, പനങ്ങാട് തെക്കേറ്റം കാണാം, മുതേറ്റും അങ്ങനെ കുറെ സ്ഥലങ്ങൾ കൂടുന്നതാണ് പനങ്ങാട്. അപ്പൊ നമ്മളിന്ന് ചാത്തമ്മയെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ചാത്തമ്മയുടെ എൻജില് നമ്മൾ പുഴവാരത്താണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി പനങ്ങാടിന്റെ കൂടുതൽ ഭംഗികളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇതുപോലുള്ള പാടവരമ്പും നല്ല ഭംഗിയുള്ള എന്താ സ്ഥലങ്ങളുമാണ് കേട്ടോ പനങ്ങാടിന്റെ പ്രത്യേകത. ശരിക്കും എൻജോയ് ചെയ്തൊരു ഈവനിങ് ഒക്കെ ഇറങ്ങുവാണെങ്കിൽ വെറുതെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കാം. കാണാൻ പറ്റുള്ള എന്ത് ഭംഗിയാ നോക്കി. ഈ പനങ്ങാട് എന്ന് പറഞ്ഞാൽ ശരിക്കും തുരുത്താണ് കേട്ടോ. 3 ഭാഗവും എന്താണ് ഇതായിട്ട് കിടക്കുവാണ്. അന്നത്തെ തന്നെ നമുക്ക് NH ആയിട്ട് ഒരു കണക്ഷനും ഉണ്ട് പനങ്ങാട്. എനിക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യേണ്ട താഴത്ത്. ഇവിടെ കുറെ മോഹൻലാലിന്റെ റിസോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മോഹൻലാൽ റിസോർട്ടിന്റെ സച്ചിന്റെ വില്ല ഉണ്ട്. അങ്ങനെ കുറെ തുട്ടുപ്പിന്റെ ഒരു റിസോർട്ടിന്റെ വഴിയാണ് നിങ്ങളിപ്പോ കാണുന്നത്. അങ്ങനെ കുറേയേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടിട്ട്. പേരെന്താ? വിക്ടോറിയ. നമ്മുടെ വിക്ടോറിയാന്റെ ഇവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. അത് കണ്ടോ, കിറ്റ് നിറച്ച് മീനുണ്ടേ. മേടിക്കാൻ വന്നതല്ല, കാണാൻ വേണ്ടി വന്നതാ. പനങ്ങാടിനെ കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടി വന്നതാ. നമുക്ക് പോവാം. വരമ്പിൽ കൂടി അങ്ങ് നടന്നില്ലേ, അപ്പൊ നമ്മൾ ആ വഴി തിരിച്ചു പോവാണ്. കൂടുതൽ കാഴ്ചകൾ അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോ ഈ നമ്മൾ ചേപ്പനം ബണ്ട് കാണാൻ പോവാണ്. പോണ വഴിക്കും ഒത്തിരി സ്ഥലങ്ങളുണ്ട് ആസ്വദിക്കാൻ പാകത്തിന്. അപ്പൊ എല്ലാം ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചേപ്പനം ബണ്ടിലാണ്. ഇതിപ്പം കുറെ ആയി ഈ ബണ്ട് ഇപ്പോ നിർമ്മിച്ചിട്ട്. പക്ഷെ ഇവിടെ ഇപ്പോ പുതുതായിട്ട് നവീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് വൈകുന്നേരം വന്ന് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവിടെ വേമ്പനാട് കായലാണ് ഈ പോകുന്നത്. ഇവിടെ പനങ്ങാട് ജലോത്സവം ഇവിടെ നടക്കാറുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. വൈകുന്നേരം വന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു ചേപ്പനം ബണ്ട്. ഈ നാട്ടിലെ മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ കാണുന്നത്. ഒരു സൈഡിൽ അമ്പലവും മറു സൈഡിൽ മോസ്കുമാണ് കാണുന്നത്. ഇവിടെ വൈകുന്നേരം ദീപാരാധന നടക്കുമ്പോഴത്തേക്കും ഇപ്പുറത്തെ ബാങ്ക് വിളി കേൾക്കും. ഇവിടെ നാട്ടുകാർ ജാതി മത ഭേദമന്യേ പെരുമാറുന്നവരാണ്. നമ്മളിപ്പോ പനങ്ങാട് ഭജന ഒല്ലാർ റോഡ് കയറി വരാൻ നേരത്തുള്ള ഒരു കപ്പേളയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ധാരാളം വിശ്വാസികൾ വരാറുള്ള കപ്പേളയാണ് കേട്ടോ ഇത്. ഇവിടെ സെന്റ് ആന്റണീസ് ചർച്ച് ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു കുറേ വിശ്വാസികളൊക്കെ വന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചർച്ചാണത്. ആ ചർച്ചിൻ്റെ ആദ്യത്തെ കുരിശുപള്ളിയാണെന്നാണ് ഞാൻ ഒരു ആൻറ്റിനോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത്. ഇവിടെ ഒരു ദിവസം പോലും വിശ്വാസികൾ വരാത്തതില്ല. എല്ലാ ദിവസവും ആൾക്കാർ വന്ന് നേർച്ച വയ്ക്കലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ കപ്പയുടെ പ്രത്യേകത വരുവാണെങ്കിൽ പുഴയുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നടുത്തുരുത്തി എന്ന്
പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ കടവാണ്, തോണിക്കടവാണത്. ബോയ്സ് ഇവിടെ വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു വമ്പൻ സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുൾ ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് ബോട്ടിലൊക്കെ നല്ല ഭംഗിയിൽ ഹാങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ നിന്നിരിക്കാൻ. പിന്നെ ചുറ്റും നല്ല കണ്ടൽക്കാടുകളുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിരിക്കാനായിട്ട്. അപ്പം ഇവിടെ പനങ്ങാട് വരുവാണെങ്കിൽ നിങ്ങൾ ഈ നടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലം മിസ് ചെയ്യാണ്ടിരിക്കുക ഫ്രണ്ട്സ്. ഇപ്പം നമ്മൾ നടുത്തുരുത്തി ഭാഗത്ത് നിന്നാണ് കേട്ടോ തോണി കയറിയത്. ഇപ്പം കണ്ട സ്ഥലത്തു നിന്നാണ് നമ്മളിപ്പോൾ തോണി കയറിയത്. ഇതിപ്പോൾ നമ്മുടെ പനങ്ങാടിൻ്റെ സ്വന്തം കിരൺ ചേട്ടനുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. ചേട്ടൻ മെഡിക്കൽ റെപ്പാണ്, അപ്പോൾ ആളാണ് നമുക്ക് വേണ്ടി ഇപ്പോൾ പങ്കായം വെച്ചിട്ട് തോണി തുഴഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പോൾ ഇത് കൈതപ്പുഴക്കായലാണ് കേട്ടോ. തൊട്ടപ്പുറ സൈഡ് വേമ്പനാട് കായലും ഉണ്ട്. ശരിക്കും പനങ്ങാട് ഒരു തുരുത്ത് പോലെയാണ്, 3 ഭാഗത്തും വെള്ളമാണ്. പിന്നെ NH ആയിട്ടൊരു കണക്ഷനും ഉണ്ട്, അതാണ് നമ്മുടെ പനങ്ങാട്. അപ്പം നിങ്ങൾ കാണുന്ന കൂടുതൽ കാഴ്ചകളും ഈ പുഴയും ഗ്രാമഭംഗിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മളിങ്ങനെ കൈതപ്പുഴക്കായലിൽ കൂടി ആസ്വദിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പനങ്ങാട് തെക്കേ അറ്റത്താണ്, നമ്മുടെ എൻഡാണ് ഇത് പനങ്ങാട് റോഡിന്റെ. ഇവിടെ നേരത്തെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചെട്ടിയാണത്. പനങ്ങാട് ചെട്ടി എന്ന് പറഞ്ഞതാണ് ഇവിടെ പനങ്ങാടുകാർക്ക് അറിയാൻ പറ്റുക. വൈകുന്നേരമൊക്കെ വന്ന് ആസ്വദിക്കാനായിട്ട് പറ്റിയ വളരെ നല്ലൊരു സ്ഥലമാണിത്. വേമ്പനാട് കായലാണ് നിങ്ങളീ കാണുന്നത്. നേരെ നോക്കാൻ നേരത്തെ ഇവിടെ കാണുന്നത് ഇവിടെ അരൂർ പാലമാണ്. അപ്പുറത്ത് അരൂര്, അങ്ങനെ ഓരോ തുരുത്തുകളാണ് കാണുന്നത്. പണ്ടാണെങ്കിൽ തന്നെ ഇവിടെ പടത്തും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു അരൂക്കുറ്റിയിലേക്കൊക്കെ. അപ്പൊ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വന്നിട്ട് വൈകുന്നേരം എൻജോയ് ചെയ്യാൻ പറ്റും. സൂര്യാസ്തമയമൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമുക്കിന്ന് ഭാഗ്യമില്ലാണ്ടായി പോയി, സൂര്യൻ വന്നിട്ട് മേഘത്തിന്റെ ഇടയിൽ മറന്നുപോയി. അപ്പൊ ഇതാണ് നമ്മളുടെ പനങ്ങാടിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.